വന്നത്? വായിച്ചാലും വളരും, വായിച്ചാൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിലോ? അപ്പൊ എല്ലാരും നല്ല കുട്ടികളായിട്ട് വായിച്ചു വളരൂ. നമുക്ക് കഥ പറയാം. നോക്കിയേ, ഇത് അതിലേക്ക് ഇവിടുന്ന് കൊടുത്തൊരു ടെക്സ്റ്റ് ആണ്. ഇതിനകത്ത് ഭയങ്കര കുഞ്ഞു പിള്ളേർക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഇത് വലിയവരൊക്കെ ഇത് വായിച്ചിട്ടുണ്ടോ? കുറച്ചുപേരൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നേരത്തെ തന്നിട്ടുള്ള വലിയ കുട്ടികളൊക്കെ എന്തിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടായി. എന്നാലും നമുക്കിതൊന്ന് പറയാം. നോക്കിയേ, ഇത് ആരെ കുറിച്ചുള്ള കഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിനെ കുറിച്ചുള്ള കഥയാണ്. ഉറുമ്പിന് എന്ത് ചെയ്യണം? സൂര്യനെ തൊടണം. ഉറുമ്പിന്റെ ആഗ്രഹം എന്താ? സൂര്യനെ തൊടണം. നമുക്ക് നോക്കാം ഉറുമ്പ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. ഉറുമ്പാണെങ്കിൽ ഇതിന്റെ കൂട്ടുകാരോടൊപ്പം പോകുന്ന സമയത്ത് കാറ്റടിച്ചിട്ട് കണ്ണ് ദൂരെ ഒരു മൈതാനത്ത് പോയി വീണു. മൈതാനം എന്താണെന്ന് അറിയോ? വലിയ ഗ്രൗണ്ട്, വലിയ മരങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലത്തിന് എന്തെന്ന് പറയാ? മൈതാനം എന്ന് പറയാം. ആ മൈതാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി വീണ്. അപ്പൊ ഇതിന്റെ കൂട്ടുകാരെ ആരെയും ഇത് കണ്ടില്ല. അങ്ങനെ ഇത് ആകാശത്തേക്ക് നോക്കിയപ്പോ ആരെ കണ്ടു? സൂര്യനെ കണ്ടു. അപ്പൊ നോക്കിയപ്പോ ഇതാ സൂര്യൻ നല്ല പ്രകാശിച്ച് നിൽക്കുന്നു. ഈ ഉറുമ്പ് നോക്കുമ്പോ എന്താ? സൂര്യൻ ഉറുമ്പിനെ നോക്കി ചിരിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ഉറുമ്പിന് നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. ഒറ്റയ്ക്കല്ലേ ഉറുമ്പ്. അപ്പൊ നോക്കിയപ്പോ ആരെ മാത്രമേ കണ്ടുള്ളൂ? സൂര്യനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴോ ഉറുമ്പിന് സൂര്യനെ കൂട്ടുകാരനാക്കാനായിട്ട് തോന്നി. അങ്ങനെ എന്ത് ചെയ്ത്? കൂട്ടുകാരാവുമ്പോൾ നിങ്ങൾ കൈയൊക്കെ പിടിച്ചല്ലേ നടക്കാം അല്ലേ? നിങ്ങൾ കൂട്ടുകാരോടെ കളിക്കും, ചിരിക്കും അല്ലേ? നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആണല്ലേ? അതേപോലെ നമ്മുടെ സൂര്യനെ തൊടാൻ ആർക്കൊരു ആഗ്രഹം തോന്നി? നമ്മുടെ ഉറുമ്പിന് ഒരാഗ്രഹം തോന്നി. അങ്ങനെയോ ഉറുമ്പ് സൂര്യനെ തൊടാനായിട്ട് പോവാ. ഓക്കെ, നമ്മുടെ ഉറുമ്പ് എന്ത് ചെയ്യാ? സൂര്യനെ തൊടാൻ വേണ്ടിട്ട് പോവാ. അപ്പൊ ഉറുമ്പിന് സൂര്യനെ ഇങ്ങനെ നോക്കിയപ്പോ സൂര്യൻ എവിടാ? ആകാശത്ത്. അപ്പൊ കൈ എത്തുവോ? ഇല്ല. അപ്പൊ നമ്മുടെ ഉറുമ്പ് കരുതി ഒരു കുഞ്ഞൻ എലി അതുവഴി പോകുന്നു. അപ്പൊ എന്താ? അതിന്റെ മുകളിൽ കയറി ഉയരത്തില് സൂര്യനെ തൊടാൻ പറ്റുന്നുണ്ടോ? ആ നോക്കടാ, നമ്മുടെ ഉറുമ്പിന് എന്ത് പറ്റി? ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ആ ഉറുമ്പ് എന്ത് ചെയ്തു? എലിയെ നോക്കി ഒരു കടി കൊടുത്തു അല്ലേ? അപ്പൊ ഉറുമ്പ് കഴിച്ച് വേദനിക്കോ? വേദനിക്കും. നമ്മുടെ എലിക്ക് വേദന എടുത്തു. എലിയാണ് ഓടിപ്പോയിട്ട് എന്ത് ചെയ്ത്? ദേഹം ഇങ്ങനെ കുടഞ്ഞു. ദേഹം കുടഞ്ഞ സമയത്ത് നമ്മുടെ ഉറുമ്പ് ദേഹത്തിരിക്കാൻ പറ്റുമോ? തെറിച്ച് വേറൊരു പുല്ലിന്റെ മണ്ടയ്ക്ക് ചെന്ന് വീണു. ആ പുല്ലിന്റെ അവിടെ ഒരു വേലിക്കെട്ടുണ്ടായിരുന്നു. ആ വേലിക്കല്ലിൽ ഇങ്ങനെ കയറി അവിടെ ചെന്നിട്ട് സൂര്യനെ നോക്കി. എന്നിട്ടും അതിനെത്തുന്നില്ല. അപ്പോൾ ഇതാ വിഷമിച്ച് കാത്തു നിൽക്കുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? അതുവഴി ഒരു ആട് കുറച്ച് പുല്ല് തിന്നാനായിട്ട് വന്നു. അപ്പോ ഇങ്ങനെ ഉറുമ്പ് ചിന്തിച്ചിരുന്നു. എന്നിട്ടോ ഉറുമ്പിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നും. എലിയെക്കാൾ ഉയരമില്ലേ നമ്മുടെ ആടിന്? അപ്പൊ കുറച്ചുകൂടെ പൊക്കം വരും. അപ്പൊ സൂര്യനെ തൊടാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ ഉറുമ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കി. അങ്ങനെ ഉറുമ്പ് ആടിന്റെ മുകളിൽ കയറി. ആടിന്റെ മുകളിൽ കയറിയിട്ട് തൊടാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. പിന്നെ ഉയരത്തിൽ തന്നെ. അപ്പൊ എന്താ? പിന്നെ എനിക്ക് ദേഷ്യം ഉറുമ്പിന് ദേഷ്യം വന്നു. ഉറുമ്പ് നമ്മുടെ ആടിനെ ഒരു കടി കൊടുത്തു. ഇതേപോലെ തന്നെ ആടും ദേഹം മുടങ്ങും. എവിടെ പോയി വീണ്? ഒരു പോത്തിന്റെ അടുത്തേക്ക് തന്നെ വീഴുന്നു. പോത്തിന്റെ മുകളിൽ. അപ്പൊ ആടിനെ കാണിച്ചു ഉയരമുള്ള ആളാണ് ആര്? പോത്ത്. എല്ലാവരും കണ്ടിട്ടില്ലേ? അത് കാട്ടുപോത്ത്. കാട്ടുപോത്ത്. ഈ കാട്ടുപോത്തിന്റെ മുകളിലാണ് ചെന്ന് വീണത് നമ്മുടെ ഉറുമ്പ്. അപ്പൊ കുറച്ചുകൂടി ഉയരമുണ്ടായിട്ട് കാട്ടുപോത്തിന് മുകളിൽ ഇരുന്ന് പിന്നെ ഇത് സൂര്യനെ തൊടാനായി കഴിയും. അപ്പൊ പിന്നെ ഉണ്ട് ഇല്ല. പിന്നെ ഉറുമ്പിന് വിഷമം വന്നിട്ട് ഉറുമ്പ് പോത്തിന്റെ മൂക്കിലൂടെ ഒരു കടി നാക്കിയപ്പോഴത്തേക്കും എന്ത് ചെയ്ത്? ഇത് തെറിച്ച് ഒരു ആനയുടെ അടുത്ത് ആന എന്ത് ചെയ്തോണ്ടിരുന്നാണെന്ന് അറിയാമോ? ആന ഈറ്റയൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന ആന കഴിക്കില്ലേ? കഴിക്കുന്നേ പനയോലൊക്കെയല്ലേ ആന കഴിക്കുന്നേ? അപ്പൊ എന്ത് ചെയ്തത്? ഈ ആനയുടെ ദേഹത്തിൽ വീണപ്പം നല്ല ഉയരത്തിലുള്ള ആനയല്ലേ? ആനയെ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാരും കണ്ടിട്ടുണ്ടില്ലേ? അപ്പൊ എന്താ? നമ്മുടെ ഈ ആനയുടെ മുകളിൽ കയറുന്ന
പിന്നെ കഴിയുന്നു. എത്തുന്നുണ്ടോ? പിന്നെ സൂര്യൻ ദൂരെ തന്നെ. അപ്പൊ എന്ത് ചെയ്ത് ദേഷ്യം വന്നു ആനയ്ക്ക് കഴിവും. പഴയ പണിയെന്ന് അല്ലേ? എപ്പോഴും ദേഷ്യം വരുമ്പോ ഓരോരുത്തർ കഴിക്കുക, എന്നിട്ട് അടുത്ത ആൾ എത്തിയൊന്നുമില്ല. ഇതല്ലേ നമ്മൾ മുമ്പ് ചെയ്തോണ്ടിരിക്കുന്നേ. എന്നിട്ട് എന്താ അപ്പൊ അത് ചെന്ന് വീണത്? ചെന്ന് വീണിട്ട് മുകളിലോട്ട് നോക്കിയപ്പോ ആര് നിൽക്കുന്നു? ഭയങ്കര നീളമുള്ള ഒരു മൃഗം നിൽക്കുന്നു. ആരങ്ങനെ ജിറാഫ്. ആരുടെ വീണ്? അപ്പൊ ഉറുമ്പിനെ നോക്കിയപ്പോ നല്ല ഉയരം, നമ്മുടെ സൂര്യന്റെ തൊട്ടടുത്ത് നിൽക്കാം നമ്മുടെ ജിറാഫ്. അപ്പൊ എന്ത് ചെയ്യാം? ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാല് സൂര്യനെ തൊടാം. അപ്പൊ എന്ത് ചെയ്ത് ഉറുമ്പ് ഒത്തിരി ദൂരെ ഇങ്ങനെ നടന്ന് എവിടെ ചെന്ന് ജിറാഫിന്റെ തലയിലെത്തി. തലയിലെത്തിട്ടോ തലയിലെത്തിട്ട് കൈ ഇങ്ങനെ പൊക്കുക സൂര്യനെ തൊടാനായിട്ട്. പറ്റിയോ? ഇല്ല, പറ്റിയില്ല. എന്താ? സൂര്യൻ പിന്നെയും ഉയരത്തിലാ. അപ്പൊ ഉറുമ്പിന് നല്ല വിഷമം വന്നു. അങ്ങനെ ഇങ്ങനെ നോക്കി ജിറാഫിന്റെ തലയിൽ ഇങ്ങനെ മുന്നിലേക്ക് നോക്കിയപ്പോ ഇത് കണ്ട് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴോ മരത്തിലോട്ട് ജിറാഫ് തിന്നാൻ പോയ സമയത്ത് എന്ത് ചെയ്ത് ചാടി മരത്തെ കയറി. എന്നിട്ട് മരത്തിന്റെ തുമ്പി ചെന്നിട്ട് എത്തുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ഉറുമ്പ്. ഇതുവരെ എത്തിയില്ല. എന്ത് ചെയ്യും? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പരുന്ത് ആകാശത്തൂടി പറന്നു വരുന്നത്. പരുന്തൊക്കെ സൂര്യന്റെ അടുത്തൂടല്ലേ പോകുന്നത് ആകാശത്ത്. ഇത് തന്നെ നമ്മൾ ഉറുമ്പ് വിചാരിച്ചത്. അങ്ങനെ എന്ത് ചെയ്തു? ഉറുമ്പ് പരുന്ത് അങ്ങനെ പരുന്ത് എവിടെ പോയി? ആകാശത്ത് പോകുന്നതെല്ലാം നോക്കി ഇങ്ങനെ സൂര്യനെ തൊടാനായിട്ട് കാത്തിരിക്കും. പക്ഷെ എത്ര പരുന്ത് പറഞ്ഞിട്ട് എവിടെ എത്തുന്നില്ല. സൂര്യന്റെ അടുത്ത് പുള്ളി പിന്നെയും മുകളിൽ തന്നെ നിൽക്കുക. താഴോട്ടിട്ട് വരുന്നുമില്ല, അതിനിട്ട് എത്തുന്നുമില്ല അല്ലേ? നമ്മുടെ ഉറുമ്പിന് സങ്കടം സഹിക്കാൻ വയ്യ. എന്ത് ചെയ്തു? വിഷമിച്ച് എല്ലാം അപേക്ഷിച്ച് താഴെ ഇറങ്ങാൻ കരുതി. അങ്ങനെ പരുന്ന് താഴെ ഇറങ്ങിയപ്പോ നമ്മുടെ ഉറുമ്പ് താഴെ ഭൂമി വന്നു. എന്നിട്ട് വിഷമം സഹിക്കാൻ വയ്യ. പുള്ളി ഇങ്ങനെ വിഷമിച്ച് നടക്കാം നമ്മുടെ ഉറുമ്പ്. അപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെ നോക്കിയപ്പോ നേരമൊക്കെ സന്ധ്യയായി തുടങ്ങി. സന്ധ്യ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ചുവന്നു പോവും. ചുവപ്പല്ലേ സൂര്യന്? അപ്പൊ നല്ല ചുമന്നിട്ട് താഴെ വെള്ളത്തിലേക്ക് പോവാ. അപ്പൊ നോക്കിയപ്പോ എന്താ? തന്റെ തൊട്ടടുത്തൊരു അരുവിയില് ഇങ്ങനെ സൂര്യൻ താന്നു പോകുന്നു. ഇത്രയും നേരം മുകളിലായോണ്ട് എനിക്ക് തൊടാൻ പറ്റാന്ന്. ഇപ്പൊ എന്തുണ്ട്? എന്റെ അടുത്തുണ്ട്, ഞാൻ ഇന്ന് പിടിച്ചത് തന്നെ എന്നും പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് എന്ത് ചെയ്താ? ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. സൂര്യനെ കിട്ടിയോ? ഇല്ല. വെള്ളം കുടിച്ച് മാത്രം പിടിച്ച. അവസാനം എന്ത് ചെയ്തു? പോയില്ല. അത് നീന്തി കര കയറി. കഥയുടെ നായകൻ തത്ത കഥയുണ്ടോ? നമ്മുടെ ഉറുമ്പ് എന്ത് ചെയ്ത്? പെട്ടെന്ന് എങ്ങനെയൊക്കെയോ നീന്തി കര കയറി. എന്നിട്ട് നമ്മുടെ സൂര്യനെ തൊടാൻ പറ്റാത്തത് എന്ത് ചെയ്ത്? സൂര്യനെ തൊടാൻ കൂട്ടാൻ പറ്റി. ഇനി എന്താ? എന്നെ തൊടാത്തൊരു കൂട്ടുകാരനെ എനിക്ക് വേണ്ട എന്ന് കരുതിയിട്ട് വിഷമിച്ച് എന്ത് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് നടന്നങ്ങ് പോയി.